أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا إن من أزواجكم وأولادكم عدو لكم فاحذروه. ബഹുമാന്യരെ, സൂറത്തു തആബുനിലെ 14-ാമത്തെ വചനം. വർഷങ്ങൾക്ക് മുമ്പ് ഒരു കോടതിയിൽ, കോഴിക്കോട് ജില്ലയിലെ ഒരു കോടതിയിൽ മുസ്ലിമായ മകള് ഇതര മതസ്ഥനായ അവളുടെ കാമുകൻ്റെ കൂടെ ഇറങ്ങിപ്പോകാനാണ് തനിക്കിഷ്ടം, വീട്ടുകാരോടൊപ്പം മടങ്ങിപ്പോകുന്നില്ല എന്ന് പറഞ്ഞ് ആ മകള് ഫ്രണ്ടിൻ്റെ കൂടെ പോകുമ്പോൾ ഉമ്മ നിലവിളിച്ചുകൊണ്ട് പിന്നാലെ കൂടുന്നത് സോഷ്യൽ മീഡിയയിൽ തരംഗമായിരുന്നു അന്ന്. ആ ഉമ്മയുടെ നെഞ്ചുപൊട്ടുമാറുള്ള വിളി, മോളെ എന്ന വിളിയുണ്ടല്ലോ, ആ വിളി കേൾക്കാതെ പ്രേമത്തിൻ്റെ കുരുക്കിൽ കുടുങ്ങി ആ മകള് കാമുകൻ്റെ കൂടെ ഇറങ്ങിപ്പോയി. ഇതൊരു പഴയ കഥയാണ്. ഇപ്പോൾ അങ്ങനെ ഒരു സംഭവം ഒരു പുതിയ വാർത്തയോ സംഭവമോ അല്ലാതായി മാറി. പണ്ട് രക്ഷിതാക്കൾക്കൊക്കെ മക്കളിലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. നമ്മൾ വയസ്സാകുമ്പോൾ നമ്മൾ ആസ്പത്രിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാനും കൊണ്ടുവരാനും കൂട്ടിരിക്കാനൊക്കെ മക്കളുണ്ടാകും, നമ്മളെ ആസ്പത്രിയിൽ ചേർത്തി ബില്ലടക്കാനും ഒക്കെ അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ രക്ഷിതാക്കളൊക്കെ പറയുന്നത് നോക്കണ്ടില്ലേ, ഇനി കൊല്ലാതെയും വൃദ്ധാശ്രമത്തിലാക്കാതെ നിന്നാൽ മതി ഇനി എന്നപ്പം പറയും. ഓൻ നോക്കൊന്നും വേണ്ട, ഓൻ പൈസയും ചിലവാക്കണ്ട, ഓൻ നമ്മളെ വൃദ്ധാശ്രമത്തിൽ കൊണ്ട് തള്ളാതിരുന്നാൽ മതിയായിരുന്നു, കൊല്ലാതിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. കാരണം അന്ന് അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ അതൊരു വലിയ സംഭവമായി തോന്നുകയും തിന്മകളുടെ ഗ്രാഫ് ഉയർന്നപ്പോൾ ഇപ്പോൾ അതിലൊക്കെയാണ് പാകപ്പെട്ട് ഇനി ഇങ്ങനെയാണ് ജീവിച്ചു പോയാൽ മതി എന്ന് ചിന്തിക്കുന്നിടത്തേക്ക് സമൂഹം എത്തുന്നു എന്നതാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. ഇത് ആശങ്കാകുലമായ ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ നമ്മളിത് ചിന്തിക്കാനുള്ളൊരു കാരണം, നമ്മുടെ മക്കൾക്ക് അവധി കിട്ടുന്ന ഒരു സമയമാണിപ്പോൾ. മക്കളെ നമ്മൾ ഉദ്ദേശിച്ച രൂപത്തിൽ വളർത്തിയെടുക്കാനും വളർത്തിക്കൊണ്ട് വരാനും അവരെ സജ്ജരാക്കാൻ വീട്ടിൽ മക്കളെ കിട്ടുന്നൊരു സമയമാണ് എന്നർത്ഥം. അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇസ്ലാമിൻ്റെ പഴയകാല ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ഈ ഇസ്ലാമിന് വേണ്ടി സ്വന്തം ജീവിതം കൊടുക്കാൻ തയ്യാറായ ഒരുപാട് കുട്ടികളെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. യുദ്ധത്തിലേക്ക് അണികളെ ചേർക്കുമ്പോൾ പെരുവിരലിൽ ഊന്നി നിന്ന് വലുപ്പം കാണിച്ച് നബിയോട് അനുമതിപത്രം വാങ്ങാൻ നിൽക്കുന്നവരുണ്ട്. ഗുസ്തി നടത്തിയും മൽപിടുത്തം നടത്തിയും അതിൻ തലി റാഫി ബിൻ ഖദീജിന് നിങ്ങൾ അനുവാദം കൊടുത്തുവല്ലോ നബിയെ എന്ന് പറഞ്ഞ സുമുറ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ പരിഭവിക്കുന്നത് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. മുആദ്, മുഅവ്വിദ് എന്ന് പറഞ്ഞ 2 കുട്ടികൾ ബദർ യുദ്ധത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട് ശത്രുവിനെ വകവരുത്താൻ ഓടിയിട്ട് വകവരുത്തി വാളുമായി തിരിച്ച് നബിൻ്റെ അടുത്ത് വന്നിട്ട് ഞാനാണ് കൊന്നത് എന്ന് അവകാശവാദം ഉന്നയിക്കുന്ന ചെറുപ്പക്കാരായ മുആദിനെയും മുഅവ്വിദിനെയും ബദറിൻ്റെ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത്തരത്തിൽ ഇസ്ലാമിന് വേണ്ടി
ഒരുപാട് കഷ്ടതകൾ സഹിക്കാൻ സന്നദ്ധരായ ചെറിയ മക്കളെക്കുറിച്ച് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവർ അങ്ങനെ ആയത്? ആവാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അവർ പഠിച്ചതും അവരെ പഠിപ്പിച്ചതും ആ പാതയിൽ ആവേശം കാണിച്ച് വളരാനാണ്. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ മക്കൾ SSLC കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന എന്താണ്? ഫുൾ A+ ഉണ്ടെങ്കിൽ സയൻസ് എടുപ്പിക്കാമെന്ന് ആദ്യം തന്നെ തീരുമാനം. അതിൽ മാർക്ക് കുറഞ്ഞാൽ പിന്നെ എക്കണോമിക്സോ ഹ്യൂമാനിറ്റീസോ അങ്ങനെ കുറയുന്നതിനനുസരിച്ച് അതിന് പറ്റിയ ലഭ്യതയുള്ള നമ്മുടെ പോക്കറ്റിൻ്റെ കനമനുസരിച്ച് പഠിപ്പിക്കാം. അതൊന്നും തെറ്റല്ല. പക്ഷേ ഈ കുട്ടി പഠിക്കുന്ന സയൻസിലോ കൊമേഴ്സിലോ ഒന്നും മാതാവിനെ പറ്റിക്കരുതെന്നോ പിതാവിനെ വഞ്ചിക്കരുതെന്നോ അവൻ പഠിക്കുന്നില്ല. അവൻ ഒരുപാട് തിയറി പഠിക്കുന്നുണ്ട്, ഒരുപാട് അറിവ് നേടുന്നുണ്ട്, ഒരുപാട് ഡാറ്റാബേസ് അറിവ് അവൻ ആർജിച്ചെടുക്കുന്നുണ്ട്. പക്ഷേ അതിൽ ഹക്കും ബാത്തിലും അവൻ പഠിക്കുന്നില്ല. ഹലാലും ഹറാമും അവന് പഠിക്കാൻ അവസരങ്ങളില്ല. അവൻ അങ്ങനെ ഈ കമ്പോളത്തിലൊരു പ്രൊഡക്റ്റായി മത്സര ലോകത്ത് അതിമത്സരത്തിന് കളമൊരുങ്ങുന്ന ഒരു നേരത്ത് അതിൻ്റെ കരുക്കളായി മാറാനുള്ള വെമ്പലാണ് അവൻ്റെ മുമ്പിലുള്ളത്. അവിടെ നിന്നുകൊണ്ടാണ് നമ്മളെ മക്കളെ നമ്മൾ നോക്കിക്കാണേണ്ടത് എന്നാണ് സൂചിപ്പിച്ചത്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ജിമ്മിൽ പോയിട്ടും ടറഫിൽ പോയിട്ടുമൊക്കെ നല്ല കളിയും വ്യായാമവും നമ്മുടെ മക്കൾ ചെയ്യുന്നുണ്ട്. ആരോഗ്യമുള്ള ശരീരമുണ്ട് അവർക്ക്. പക്ഷേ ആരോഗ്യമുള്ള ശരീരത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു പരീക്ഷയിൽ തോറ്റാൽ, ഉദ്ദേശിച്ച ജോലി ലഭിക്കാതായിപ്പോയാൽ, ലക്ഷ്യം വെച്ച പെണ്ണിനെ കെട്ടാൻ കഴിഞ്ഞില്ല എങ്കിൽ ഒക്കെ ഉടനടി പരിഹാരം ആത്മഹത്യയാണ്. അതാണും പെണ്ണുമടക്കം. ഒരു 10-25 കൊല്ലം മുമ്പ് ഒരു മുസ്ലിം കുടുംബം ആത്മഹത്യ ചെയ്യുന്നതോ വിവാഹം കിട്ടാത്തതിൻ്റെ പേരിൽ മുസ്ലിം പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നതോ നമ്മൾ കേട്ടുകേൾവി പോലും ഉണ്ടാവില്ല. ഇപ്പം അതൊന്നും ഒരു പ്രശ്നമല്ല. ഉദ്ദേശിച്ച വിവാഹത്തിൽ തന്നെ ഉദ്ദേശിച്ച രൂപത്തിലെ സൗകര്യങ്ങൾ കിട്ടാഞ്ഞാൽ ജീവിതം അവസാനിപ്പിക്കുകയാണ്. അപ്പം പറഞ്ഞ ആരോഗ്യമുള്ള ശരീരത്തിൽ ഇസ്ലാം ലക്ഷ്യം വെക്കുന്ന ആരോഗ്യമുള്ള മനസ്സില്ല. ശരീരത്തിന് പുഷ്ടിയുണ്ട്, നല്ല ജിമ്മിലൂടെ വാർത്തെടുത്ത ശരീരമുണ്ട്. പക്ഷേ പ്രതിസന്ധികളെ അതിജീവിക്കാൻ കരുത്തുള്ളൊരു മനസ്സില്ലാതെ പോവാൻ. അങ്ങനെ വരുമ്പോഴാണ് മുസ്ലിം കുട്ടികളിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തൊക്കെ തരം പ്രയാസകരമായ അവസ്ഥകളിലൂടെയാണ് ഓരോ കുടുംബങ്ങളും കഴിഞ്ഞു പോകുന്നത്. അങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എങ്ങനെയും കാശുണ്ടാക്കും. ഓൺലൈൻ വ്യാപാരങ്ങൾ പല രൂപത്തിലാണ്. അതിലൊക്കെ ഹലാലായ വഴികളുണ്ട്, ഹറാമായ വഴികളുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞല്ലോ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ധനം ആർജിച്ചെടുക്കുന്ന വഴികളും സമ്പാദിക്കുന്ന മേഖലകളും രണ്ടും ഹലാലാവണം. ആ ഹലാൽ എന്താണ്, ഹറാം എന്താണ്? മറ്റേ ലാഭക്കൊതിയും ലാഭത്തിൻ്റെ വഴികളും മാത്രം പഠിച്ചാൽ പോരാ. അപ്പം അതിന് പറ്റിയൊരു അന്തരീക്ഷം നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കേണ്ടതുണ്ട്. അതിന് മഹല്ലത്തുകളിൽ ഈ വെക്കേഷൻ കാലത്ത് അത്തരം മക്കളെ ചേർത്ത് പിടിച്ച് അവർക്ക് മതപരമായ ശിക്ഷണവും തെർബിയത്തും കൊടുക്കുകയും അതിൽ നമ്മൾ മക്കൾ ഉണ്ടാവണമെന്ന് രക്ഷിതാക്കളായ നമ്മൾക്ക് നിർബന്ധമുണ്ടാവുകയും വേണം. കാരണം അത് നടത്തുന്നവരുടെ മക്കൾ പോലും ഇല്ലാതാവുകയും നാട്ടിലെ ഏതെങ്കിലുമൊക്കെ കുറേ കുട്ടികളൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ വന്ന് ക്ലാസ് എടുക്കാൻ മാത്രം കുട്ടികൾ ഉണ്ടാകും. ഒരു 10-40 കുട്ടികളൊക്കെ ഉണ്ട്, ക്ലാസ് എടുക്കാൻ വരുന്നവന് നിരാശ ഉണ്ടാവില്ല എന്നല്ല. എൻ്റെ കുട്ടി അതിലുണ്ടാവണമെന്നും അതിലൂടെ എൻ്റെ കുട്ടിക്ക് മൂല്യബോധമുണ്ടാവണമെന്നും അവന് ശരിയായ ഹലാൽ ഹറാം വിചാരങ്ങൾ ഉണ്ടാവണം എന്നുകൂടി നമുക്ക് നിർബന്ധമായൊരു വാശി ഉണ്ടാവണം. അങ്ങനെ ഇല്ലാതെ പോകുമ്പോൾ എന്താ നിങ്ങൾ ആ കുട്ടിയുടെ മനസ്സിലുണ്ടാവണം എന്ത്? എനിക്ക് മുത്തഖയായി ജീവിക്കണം,
എനിക്ക് നബിയുടെ സന്തത സഹചാരികളായ സഹാബത്ത് ജീവിച്ച പോലെ ജീവിക്കണം, എനിക്കും സ്വർഗത്തിൻ്റെ അവകാശിയായി മാറണം. ആ സൽപാതയെക്കുറിച്ച് സഹാബത്തിൻ്റെ ജീവിത ചരിത്രം പഠിച്ച പോലെ തന്നെ സച്ചരിതരായവരുടെ മാർഗം പിന്തുടർന്ന് മുന്നോട്ട് പോകണം. ഇതൊക്കെ ഒരു കുട്ടിയുടെ സ്വപ്നമായി മാറണം. അങ്ങനെ ആ സ്വപ്നമായി മാറുമ്പോഴാണ് അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി അവൻ പ്രവർത്തിക്കുക. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു വിശ്വാസിയുടെ പ്രാർത്ഥനയായിട്ട് ഖുർആൻ പറഞ്ഞല്ലോ, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. പടച്ചവനെ, എന്നെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പോലെ എൻ്റെ മാതാപിതാക്കൾക്ക് കരുണ ചെയ്യണേ എന്ന് പറയുന്നൊരു വാക്ക്, ആ മാതാപിതാക്കൾ കരുണ ചെയ്യണേ എന്ന് മക്കൾ പ്രാർത്ഥിക്കണമെങ്കിൽ അവരുടെ മാതാപിതാക്കളെ നമ്മളെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ കേൾക്കുകയോ കാണുകയോ ചെയ്യണമല്ലോ. കാരണം മതപരമായ ഒരവബോധം മനുഷ്യന്മാർക്ക് ഉണ്ടാവാറുള്ളത് അവർ കുഞ്ഞുനാളിലെ കണ്ടും കേട്ടും അനുഭവിച്ച, കാരണം കാഴ്ചയിൽ നിന്നാണ് കാഴ്ചപ്പാടുണ്ടാവുക. ഒരാൾ കാണുന്നതും കേൾക്കുന്നതുമായ സംഗതികളിൽ നിന്നാണ് ഒരാൾ കാഴ്ചപ്പാട് രൂപീകരിക്കുക. അപ്പോൾ ആ കാഴ്ചപ്പാട് രൂപീകരിക്കുമ്പോൾ അവൻ കുഞ്ഞുനാളിൽ അവൻ കാണുന്ന അവൻ്റെ മാതാവ്, അവൻ്റെ പിതാവ്, അവൻ്റെ ജ്യേഷ്ഠന്മാരൊക്കെ എത്രത്തോളം മതപരമായി ജീവിതം കൊണ്ടു നടക്കുന്നവരാണ്, അതിനനുസരിച്ചു കൊണ്ടാണ് മതത്തോടുള്ള അവൻ്റെ ആഭിമുഖ്യവും കൂറുണ്ടാവുക. അത് നമ്മളിൽ പോരായ്മ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പോരായ്മകളും അതിൻ്റേതായ ഭവിഷ്യത്തുകളും വരും തലമുറയിൽ നമ്മൾ വിവരിക്കുന്നതിനേക്കാളും വിചാരിക്കുന്നതിനേക്കാളും ഒക്കെ അപ്പുറത്തായി മാറും എന്നുള്ളതൊരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ അടുത്ത് നമ്മളെ മധ്യ തിരുവിതാംകൂറിൽ നൂറുകണക്കിന് ആഡംബര വീടുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ് പറഞ്ഞിട്ടൊരു പഠനം നിങ്ങൾ ചിലപ്പോൾ വായിച്ചിട്ടുണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഇവർ ഗൾഫിൽ പോയി സെറ്റിൽ ചെയ്ത് മക്കളെയൊക്കെ അവിടെ പഠിപ്പിച്ച് പിന്നെ വയസ്സായപ്പോൾ അവർ ഇങ്ങോട്ട് വന്ന് മക്കളൊന്നും പോരാൻ തയ്യാറായില്ല. മക്കൾക്ക് അവിടെ വിദേശത്ത് തന്നെ സെറ്റിൽ, കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതം ഏറ്റവും നല്ല കളർഫുൾ ആവാൻ അവിടെയാണ്. എല്ലാ സൗകര്യങ്ങളുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, ഇത്തരം ചട്ടക്കൂടുകളൊന്നുമില്ല. വളരെ സ്വതന്ത്രമായി ജീവിക്കാൻ കഴിയുന്നൊരു നാട്ടിൽ നിന്ന് ഇവിടുത്തെ ഈ കുടുംബവും പാരമ്പര്യവും പൈതൃകവും ഒക്കെ പറഞ്ഞ് ജീവിക്കാനൊന്നും പുതിയ തലമുറക്ക് താല്പര്യമില്ലാത്തപ്പോൾ ഈ വീട്ടിലേക്ക് തിരിച്ചു വന്ന വയസ്സന്മാർ മരിച്ചതോടുകൂടി ആ വീടുകളൊക്കെ അനാഥായിപ്പോയി. മധ്യ തിരുവിതാംകൂറിലൊരു സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞിട്ട് അവിടെ മാത്രം 300ഓളം ആഡംബര വീടുകൾ അനാഥമായി കിടക്കുന്ന, ആൾപ്പെരുമാറ്റമില്ലാതെ ചലനങ്ങളില്ലാതെ. എന്നിട്ട് ഏതോ ഒരു വീടിൻ്റെ പൂട്ട് പൊളിച്ചിട്ട് കുറേ കുട്ടികൾ അതിൽ താമസം തുടങ്ങി എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത് എന്താ വെച്ചാൽ ഈ ബന്ധങ്ങളോടും കുടുംബങ്ങളോടും കുടുംബ ബന്ധങ്ങൾ മാനിക്കുന്നതിനോടൊന്നും ഒരു താല്പര്യമില്ലാതെ വരുമ്പോൾ പിന്നീട് മനുഷ്യൻ്റെ ഒരു കാലം വളരെ സ്വാതന്ത്ര്യമുള്ളതായിരിക്കും. മറിച്ച് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ, കുടുംബ ബന്ധം സന്ദർശിക്കുക, അത് സുർഗിബൻ തസ്ദദ് ഹുബ്ബൻ, ഇടയ്ക്കിടയ്ക്ക് കുടുംബബന്ധം സന്ദർശിച്ചാൽ നല്ല സ്നേഹബന്ധമുണ്ടാകുമെന്ന്. അതൊക്കെ കൊടുത്തും കിട്ടിയും ശീലിക്കുന്ന ഒരു കുടുംബത്തിനാണ് ബന്ധങ്ങളെ മാറ്റിയെടുക്കാൻ കഴിയുക. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 25 ഉപ്പാപ്പമാരുടെ പേര് നമ്മൾ മദ്രസയിൽ പഠിച്ചിരുന്നു. അവരുടെ വാപ്പ, അവരുടെ വാപ്പ എന്നൊക്കെ പറഞ്ഞിട്ട്. നമുക്കുണ്ടാവുമല്ലോ അങ്ങനെ ഒരുപാട് വാപ്പമാരൊക്കെ. പക്ഷേ നമുക്കൊക്കെ എത്ര വാപ്പമാരെ പേരറിയും? വാപ്പാൻ്റെ പേരറിയും, വാപ്പാൻ്റെ പേര് അറിഞ്ഞാൽ പിന്നെ അവിടുന്നാണ് മുന്നോട്ട് പോകുന്നവർ തന്നെ ചുരുക്കമായിരിക്കും. എന്തുകൊണ്ടാണത്? നമ്മുടെ കുടുംബ വേരുകളെക്കുറിച്ചുള്ള അന്വേഷണങ്ങളും പഠനങ്ങളൊക്കെ അത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഈ വെക്കേഷൻ കാലത്ത് മക്കളെയായിട്ട് കുടുംബങ്ങളൊക്കെ ബന്ധപ്പെടുകയും അവരുമായി കുടുംബ സംഗമങ്ങളൊക്കെ നടത്താനൊക്കെ മക്കളെ പ്രേരിപ്പിച്ച് പുതിയ കാഴ്ചപ്പാടുകളിലൂടെ കുടുംബ സംഗമങ്ങളും അതിൽ തൊഴിൽ മേഖലകളും അവർക്ക് ബുദ്ധിമുട്ടുള്ള ലാംഗ്വേജ് പഠനവും ഒക്കെ ഉൾപ്പെടുത്തി പുതിയ പുതിയ പ്രവർത്തന മേഖലയിൽ കുട്ടികളുടെ ഊർജം വിനിയോഗിക്കാൻ വഴി ചെലവാക്കി കൊടുത്താൽ, നമ്മൾ വഴിയൊരുക്കി കൊടുത്താൽ നല്ല കാഴ്ചപ്പാടുള്ള മക്കൾ നമ്മുടെ നാട്ടിലുണ്ടായിത്തീരും. അപ്പോൾ അതിൽ നമ്മളെ കുടുംബ സംഗമത്തിൽ നമ്മളെ കുടുംബത്തിൽ പഠിച്ച കൗൺസിലിംഗ് പഠിച്ച കുട്ടികളെ അതിന് ഉപയോഗപ്പെടുത്താം.
അതിന് വലിയ പുറമേന്ന് വലിയ ആളുകളൊന്നും കൊണ്ടുവരണ്ട. നമ്മളെ കുടുംബ സംഗമത്തിൽ പ്രസംഗിക്കാനും ക്ലാസ് എടുക്കാനും സൈക്കോളജി പഠിച്ച വിദ്യാർത്ഥികളായ നമ്മളെ മക്കളെ ഉപയോഗപ്പെടുത്താം. അവരുടെ ഊർജം വിനിയോഗിക്കാനുള്ള വേദികൾ ഉണ്ടാകുമ്പോൾ വഴിതെറ്റിപ്പോവുകയില്ല. അതുപോലെ തന്നെ ആ കുടുംബത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കൂ, ഒരു മോട്ടിവേഷൻ എന്ന നിലയ്ക്ക് പാചക മത്സരങ്ങളും അതുപോലെ ചെടി നട്ടുപിടിപ്പിക്കലും അങ്ങനെ പല മേഖലകളിലേക്ക് പ്രവർത്തനങ്ങൾ കൊടുക്കുമ്പോൾ നമ്മളൊന്നും ചിന്തിക്കാത്ത മേഖലകൾ കുടുംബത്തെ ചേർത്ത് പിടിക്കാൻ പുതിയ സംരംഭങ്ങളൊക്കെ നമ്മുടെ മക്കൾ തന്നെ കണ്ടെത്തും. അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം എന്താ നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പഠിപ്പിക്കുന്നൊരു സംഗതിയുണ്ട്. 7 വയസ്സ് മുതൽ കുട്ടിയെ നമസ്കാരം ശീലിപ്പിക്കുകയും കുട്ടിയെ ചേർത്തി ഇങ്ങനെ നമ്മൾ കൊണ്ടു നടന്ന് അദബ് പഠിപ്പിക്കുകയും ആ അദബ് പഠിപ്പിക്കലാണ് ഒരു പിതാവെന്ന നിലക്ക് മക്കൾക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ പാരിതോഷികം എന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂട്ടത്തിൽ ജമാഅത്ത് നമസ്കാരത്തിന് കൂട്ടിക്കൊണ്ടുപോരുകയും ആ നമസ്കാര നിഷ്ഠ അവരുണ്ടാക്കി തീർക്കുകയും സത്യം പറയാനും നല്ലതിലൂടെ ചലിക്കാനും നല്ലത് മാത്രം കഴിക്കാനൊക്കെയുള്ള ഓർമ്മപ്പെടുത്തലുകളും ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാൽ തീർച്ചയായും അവന് ആ പാത സ്വീകരിക്കുന്നതിന് ഒരു തടസ്സമില്ലാതായിത്തീരും. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ വിശ്വാസികളെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് പറഞ്ഞു തരുന്ന വചനം, നിങ്ങളുടെ മക്കളിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഇന്ന മിൻ അസ്വാജിക്കും വൗലാദിക്കും, നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ മക്കളിലും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ ആദർശ വിരോധികളാണ്. നല്ല മുത്തഖിയായ വാപ്പാൻ്റെ മക്കൾ ചിലപ്പോൾ ലിബറൽ ചിന്താഗതിക്കാരും മുസ്ലിങ്ങളായി മാറിപ്പോകുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. അതാണ് അള്ളാഹ് പറഞ്ഞ അദുവുല്ലക്കും, നിങ്ങളുടെ ശത്രുവാകും എന്ന് പറഞ്ഞത്. അല്ല പാർട്ടി ശത്രു അല്ല സൂചിപ്പിക്കുന്നത്, ആദർശപരമായി നിങ്ങളുടെ എതിരാളികളായി മാറും. ഫഹ്ദറൂഹും, അതുകൊണ്ട് ജാഗ്രത കൊള്ളണം രക്ഷിതാക്കളെ എന്നുള്ള ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് എന്താ വേണ്ടത്? വൈൻ തഅഫു, നിങ്ങൾ അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം. മക്കളുടെ ചില പ്രവർത്തനങ്ങളിലൊക്കെ വാശി പിടിച്ചിട്ട് മക്കളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടല്ല വേണ്ടത്. അവരുടെ ചില ചെയ്തികളിൽ ദേഷ്യം പിടിച്ചിട്ട് മക്കളെ തെറ്റല്ല വേണ്ടത്. അവരുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾ അഫുവ് ചെയ്തു കൊടുക്കുക. അല്ലാഹ് പറയാം വൈൻ തഅഫു, മക്കൾക്ക് നിങ്ങൾ അഫുവ് ചെയ്തു കൊടുക്കും, വിട്ടുവീഴ്ച ചെയ്യണം. വതസ്ഫഹു, സഫഹ് ചെയ്യണം എന്ന് പറഞ്ഞാൽ സോറി പറയേണ്ടിടത്തും സോറി പറഞ്ഞും വിട്ടുവീഴ്ച ചെയ്തും വിശാല മനസ്കത കൊണ്ടും പാപമോചനം നടത്തിയും എല്ലാ നിലക്കും അവരെ ചേർത്ത് പിടിക്കണം. അപ്പം നമ്മുടെ മക്കൾ എന്തെങ്കിലും ഒരു അഴുതായ്മ കാണിക്കുമ്പോഴേക്ക് വീടുന്നാണ്ട് അടിച്ച് പുറത്താക്കുകയോ കുറേ ചീത്ത പറയുകയോ അവരെ ബഹിഷ്കരിക്കുകയോ ഭ്രഷ്ട് കൽപ്പിക്കുകയോ ചെയ്താൽ അവരെ സ്വീകരിക്കാൻ ഇവിടെ കഴുകക്കണ്ണുകളുമായി ആളുകൾ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഖുർആൻ പറഞ്ഞത് അഫു ചെയ്ത് സഫഹ് ചെയ്ത് അവരെ ചേർത്ത് പിടിച്ചിട്ട് അള്ളാഹ് പറഞ്ഞ വാക്ക് ഇന്നല്ലാഹു ഗഫൂർ റഹീം, അള്ളാഹു അങ്ങേയറ്റം പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ് എന്ന്. അപ്പോൾ തെറ്റുകളുണ്ടാവും, പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടാവും, അബദ്ധങ്ങൾ വന്നിട്ടുണ്ടാവും. അതൊക്കെ സുബദ്ധങ്ങളായും ശരികളായും അവനെ ബോധവൽക്കരിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഒരു രക്ഷിതാവിൻ്റെ ഭാഗത്ത് ഉണ്ടാവേണ്ടത്. അല്ലെങ്കിൽ കുട്ടികൾ പാടെ സമൂഹത്തിന് കൊള്ളരുതാത്തവരായി മാറും എന്നതാണ് നമ്മൾ പഠിക്കേണ്ടുന്ന പാഠം. അപ്പോൾ മക്കളെ നമ്മുടെ വീട്ടിൽ കിട്ടുമ്പോൾ ദീനിൻ്റെ പാതയിലേക്ക് വളരെ സംയമനത്തോടെ അവർക്ക് അരോചകമാകാത്ത രൂപത്തിൽ, അവർക്ക് ഒരു വ്യഗ്രതയില്ലാതെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ധൃതിയായി വാപ്പ ഒരു പ്രയാസമാണ് എന്ന് തോന്നാത്ത രൂപത്തിൽ, മതം എളുപ്പമാണ് എന്നാണല്ലോ മതം നമ്മളെ പഠിപ്പിക്കുന്നത്. ആ എളുപ്പമുള്ള മതത്തിൻ്റെ പ്രയോക്താക്കളായി മക്കളെ മാറ്റാൻ നമ്മൾ ശ്രമിക്കുക, പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.